ബിഗ് ബോസ് മലയാളം സീസൺ 7. ബിഗ് ബോസ് സീസൺ 7-ൽ ഈ പ്രാവശ്യം മത്സരിക്കാൻ എത്തുന്നത് 10 പെൺപുലികളാണ്. 10 ഫീമെയിൽ കണ്ടസ്റ്റൻസിനാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് ഉറപ്പായിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ആ 10 പേര് ആരൊക്കെയാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ ആ ഒരു ലിസ്റ്റിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് സ്റ്റാർ മാജിക് ഫെയിമും ആക്ട്രസുമായിട്ടുള്ള അനുമോൾക്കാണ് ബിഗ് ബോസിലേക്ക് ആദ്യം തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം സീരിയലിൽ അഭിനയിച്ചിരുന്ന അവന്തിക മോഹനും ബിഗ് ബോസ് സീസൺ 7-ൽ ഒരു മത്സരാർത്ഥിയായിട്ട് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ പരസ്പരം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു രേഖ രതീഷിനും ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് നമ്മുടെ സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്ന് വേണമെങ്കിൽ പറയാം രേണു സുധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് ഉറപ്പായിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി അഞ്ചാമതായിട്ട് പറയുന്നത് യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ബബിത ബബി. പുള്ളിക്കാരത്തിക്കും ബിഗ് ബോസ് സീസൺ 7-ലേക്ക് ഉറപ്പായിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ആറാം സ്ഥാനത്ത് പറയുന്നത് ആദില നസ്രിനും ഫാത്തിമ നോറയും. ആദിലയും നോറയും ഈ പറയുന്ന പോലെ കപ്പിൾസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റക്കാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ആദിലയും നോറയും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കും ബിഗ് ബോസ് വേദിയിലേക്ക് എത്തുന്നത്. നമ്മുടെ സജന ഫിറോസ് ഒക്കെ ബിഗ് ബോസിൽ പങ്കെടുത്തതുപോലെ. അപ്പോൾ ഇവരാണ് 6ഉം 7ഉം സ്ഥാനത്ത് നിൽക്കുന്നത്. അടുത്തതായി എട്ടാമതായിട്ട് പറയുന്നത് ഐശ്വര്യ റംസായ്. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐശ്വര്യ റംസായും ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് ഒരു ഉറപ്പായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായി 9ആം സ്ഥാനത്ത് പറയുന്നത് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഷാരിക. ഹോട്ട് സീറ്റ് എന്ന പരിപാടി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ബിഗ് ബോസിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിലെ ആങ്കർ ആയിട്ടുള്ള ഷാരിക ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് കൺഫേം ആയിട്ടുണ്ട്. അടുത്തതായി 10ആമതായിട്ട് അവസാനമായിട്ട് പറയുന്നത് RJ ആയിട്ടുള്ള അഞ്ജലി. ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡി ഫെയിം ആണ് പുള്ളിക്കാരത്തി. അതുപോലെ തന്നെ ഒരു RJ കൂടിയാണ്. അഞ്ജലിയും ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ 10 പെൺപുലികൾക്ക് ഈ പറയുന്ന 10 ഫീമെയിൽ കണ്ടസ്റ്റൻസിനാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ എന്താണ് ഈ പറയുന്ന മത്സരാർത്ഥികളായിട്ട് പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ആണുങ്ങളായിട്ട് മത്സരാർത്ഥികൾ ഇല്ലേന്ന്. ആണുങ്ങളായിട്ടുള്ള മത്സരാർത്ഥികളുണ്ട്. അതിനകത്ത് 3 പേരുടെ ലിസ്റ്റിൽ മാത്രമേ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 3 പേരെന്ന് പറയുന്നത് മറ്റാരുമല്ല, ആദിത്യൻ ജയൻ ഒരു സീനിയർ സീരിയൽ ആക്ടറാണ്. അതുപോലെ തന്നെ ഒരു അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ. അതുപോലെ തന്നെ അപ്പാനി ശരത് എന്ന് പറയുന്ന ഒരു ആക്ടർ. നമുക്കൊരു വേറൊരു വീഡിയോ ചെയ്യാം അവർക്ക് എല്ലാവർക്കും കൺഫർമേഷൻ കൊടുക്കുമ്പോൾ. ഇപ്പൊ 10 ഗേൾസിന് കൺഫർമേഷൻ കൊടുത്ത സ്ഥിതിക്ക് ഇനി ഏകദേശം 8ഓ 9ഓ വരുന്ന ആൺകുട്ടികൾക്കായിരിക്കും അല്ലെങ്കിൽ ആണുങ്ങൾക്കായിരിക്കും ഈ പറയുന്ന ഉറപ്പായിട്ടുള്ള കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി കാത്തിരിക്കാം. അവരൊരു സെലക്ഷൻ പ്രൊസീജിയറിലാണ്. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടുന്ന രീതിയിലുള്ള ആളുകൾ വരണ്ടേ. അപ്പോ അതിനുവേണ്ടിയുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറിലായിരിക്കും. എപ്പോഴും ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫെയിമിലേക്കൊക്കെ പോകുന്നത് ഒരു ഇടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ബഹളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതലും ഇന്ററാക്ട് ചെയ്യപ്പെടുന്നതും ജനങ്ങൾക്കിടയിൽ ഫെയിം കിട്ടുന്നതും എപ്പോഴും ആണുങ്ങൾക്കാണ്. അതിനൊരു മാറ്റം ഈ ഒരു സീസണിൽ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും. എന്തായാലും അവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ പറയുന്ന ആണുങ്ങളായിട്ടുള്ള മത്സരാർത്ഥികൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഹൈപ്പ് ഒന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുവരെ സ്ത്രീകളായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ഈ പ്രാവശ്യം അതിന്റെ ഒരു മാറ്റം വരുമോ എന്ന്. അപ്പൊ തീർച്ചയായിട്ടും 3 ആണുങ്ങളായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന ഉറപ്പായിട്ടുള്ള കൺഫർമേഷൻ കിട്ടുന്ന സമയത്ത് നമ്മളൊരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന 10 പെൺകുട്ടികൾക്ക് ഉറപ്പായിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ആദിലയും നോറയും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എത്തുന്നത്. അപ്പൊ മൊത്തം 9 കണ്ടസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വരുന്ന സെലക്ഷൻ പ്രൊസീജിയർ. തീർച്ചയായിട്ടും ഈ പറയുന്ന ഗേൾസിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റിയ ഒരുപാട് പേരുണ്ട്. നമ്മുടെ അനുമോള്, അവന്തിക മോഹൻ, RJ അഞ്ജലി, ഷാരിക, പിന്നെ നമ്മുടെ രേണു സുധി. ഇതൊക്കെ ഒരുപാട് സംസാരിക്കപ്പെടേണ്ട വിഷയങ്ങളായിട്ട് ബിഗ് ബോസിൽ മാറുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും കണ്ടന്റിന് ഒരു കുറവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നോക്കാം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഏകദേശം ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരു മാസം നമുക്ക് തികച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇനി കുറെ പ്രൊമോ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ലാലേട്ടനെ ബന്ധപ്പെട്ടുകൊണ്ടും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കുറെ പ്രൊമോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇനി ഇത് റിലീസ് ചെയ്യലായിരിക്കും. കാരണം ഒരു മാസം നമുക്കിനി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും
എല്ലാവരും വളരെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതായിരിക്കും. ഈ പറയുന്ന മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഉറപ്പായിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അധികം വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അവർക്ക് ഈ സെലക്ഷൻ പ്രൊസീജിയറിലൊന്നും അല്ല ബിഗ് ബോസ് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ഉറപ്പായിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കൺഫേംഡ് ആവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. പിന്നീട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നോ അല്ലെങ്കിൽ ഒരു 1-2 ദിവസങ്ങൾക്ക് മുന്നോ നമുക്ക് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലേക്ക് ഉറപ്പായിട്ടുള്ള 100% ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ 100% ഉറപ്പായിട്ടുള്ള ലിസ്റ്റ് നമ്മൾ ഓൾറെഡി പങ്കുവെച്ചതാണ്. അതിനകത്ത് 1-2 മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ പോലും ഇല്ലാത്ത കംപ്ലീറ്റ് ആയിട്ടുള്ള കൺഫേംഡ് ലിസ്റ്റ് നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിങ്ങിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്